ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. ഒരു വാട്ടേ ഈറ്റിൻ്റെ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ലോങ് വീഡിയോ ആയിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഒക്കെ ഇടുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് എന്തുകൊണ്ട് ഇനി ഞാനായിട്ട് കുറയ്ക്കണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ദോശയും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കൂടെ കുറച്ച് ചായയും കൂടെ അനത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, രാവിലെ ഇച്ചിരി ചായയൊക്കെ കുടിച്ചിട്ട് എനർജി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അച്ചാച്ചനും കൂടെയുണ്ട്. സാരക്കുട്ടി എണീറ്റിട്ട് അവരുടെ ടൈമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വേറെ വീഡിയോസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. ജസ്റ്റ് ഫുഡ് കഴിക്കുന്ന, അതായത് ഞാൻ എന്തൊക്കെ കഴിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് വലിപ്പിക്കത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കുറച്ച് മിരണ്ടയുടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊരു ചെറിയ ഗ്ലാസ്സിനകത്ത് എടുത്തിട്ട് കുടിക്കുന്നുണ്ടേ. ഒരു 1:45 ആയപ്പോഴത്തേക്കിന് ഇതാ നമ്മുടെ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പച്ചമോര് കുറേ ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പക്ഷെ കുടിക്കാനും കഴിക്കാനും ഒക്കെ ഇത് ഞാൻ ഗ്ലാസ്സിലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു മീൻ വറുത്തതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്യാബേജും ക്യാരറ്റും കൂടെ ഉള്ള തോരൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടി നല്ലൊരു പിടി പിടിക്കുന്നുണ്ട്. ഇങ്ങനെ ചോറ് ഞാൻ കുറച്ചേ എടുക്കത്തുള്ളൂ. പച്ചമോരും മോര് കറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതെനിക്ക് അത്രയും ഒഴിച്ചിട്ട് അതിനകത്തുനിന്ന് ഇങ്ങനെ നീര് പോകുന്ന അങ്ങനത്തെ ഒരു ഇതിൽ കഴിക്കാനായിട്ട് ഇഷ്ടം. അപ്പം അതാണ്ടേ ലഞ്ച് ടൈം. ഈവനിങ് ആയപ്പോഴത്തേക്കിന് ഞാൻ നമ്മുടെ താഴത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല അടിപൊളി ഉണ്ടംപൊരി, ബോണ്ട എന്നൊക്കെ പറയും, മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഭയങ്കരമായിട്ട് പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അച്ചാച്ചനില്ല, ഞാൻ സാറക്കുട്ടി മാത്രമേ ഉള്ളൂ. 3 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഇത്തിരി കട്ടനോട് അനത്തിട്ടോ. എന്തായാലും ഒരു വാട്ടിനെ ഈറ്റിട്ട് എടുക്കല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കട്ടനും കൂടെ അനത്തി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഏത്തയ്ക്കാ പോകുന്നത് ആ ഉണ്ടംപൊരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് അവിടുത്തെ ഉണ്ടംപൊരിക്ക് പ്രത്യേക ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് മുന്നേ നിൽക്കും. എനിക്ക് അങ്ങനത്തെ കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് നമ്മൾ ഈവനിങ് ആയിട്ട് സ്നാക്സ് ആയിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ഒരു 8:45 ആയപ്പോഴത്തേക്കിന് ഡിന്നർ എടുത്തു കേട്ടോ. ഒരു ദോശയും ഓംലേറ്റും പിന്നെ ഉച്ചക്കത്തെ മീനിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു തട്ടിക്കൂട്ടി ചമ്മന്തി കേട്ടോ. അത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വെച്ചാണ്. അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല. ആകെ ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയും മാത്രം കേട്ടോ. ചുമന്നുള്ളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് കാര്യമായിട്ടൊക്കെ വെക്കാറുണ്ട്. ഇപ്പം എനിക്ക് മാത്രം മതിയുകൊണ്ട് ഞാൻ ഇത്ര ജസ്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് എന്നും എൻ്റെ ഒരു ഫുഡ് റൂട്ടീൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. മിക്ക ദിവസങ്ങളും വേറെ വേറെയാണ്. അത്യാവശ്യം ഓഫുള്ളൊരു ദിവസമാണെങ്കിൽ പിന്നെ പറയേണ്ട, നല്ല രീതിയിൽ തന്നെ ഫുഡ് അടിക്കും. നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുക, അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴൊക്കെ നല്ല രീതിയിൽ തന്നെ ഫുഡ് വാങ്ങിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ആളല്ല. എന്നാൽ ഞാൻ കുറച്ച് ഫുഡൊക്കെ കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ. ഇപ്പം രാവിലെ ആണെങ്കിൽ എന്നും ഈ നമ്മൾ ദോശയും പുട്ടും ഒക്കെ ഉണ്ടാക്കുമെങ്കിലും ഞാൻ കഴിക്കത്തില്ല, അച്ചാച്ചന് കൊടുക്കും. ഞാൻ മിക്ക ദിവസങ്ങളും നമ്മുടെ ഓട്സും ചിയാ സീഡൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെയിറ്റ് ഒന്നും കുറയ്ക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. അപ്പം അങ്ങനെയാണ് ചെയ്യാറ്. എന്നാൽ കഴിക്കണം തോന്നുന്ന ദിവസങ്ങളിൽ ഞാൻ നമ്മുടെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഈ പുറത്തുനിന്ന് ഉണ്ടംപൊരി അങ്ങനത്തെ ഒന്നും വാങ്ങിക്കത്തില്ല കേട്ടോ. ഇന്നിപ്പോൾ വീഡിയോ പർപ്പസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് വാങ്ങിച്ചത്. അങ്ങനത്തെ ഒക്കെ കൂടുതൽ ഐറ്റംസ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ചാച്ചൻ ഇരിക്കുന്ന ദിവസമാണ് കേട്ടോ, വീട്ടിലുള്ള ദിവസമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ വീഡിയോക്കകത്ത് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ കാണിക്കുന്നില്ല. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.